ഇത് പൊട്ടുവെള്ളരിക്ക ഇങ്ങനെ ജ്യൂസ് കുടിക്കുന്നതെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ ആദ്യമായിട്ട് വാങ്ങിക്കുവാണ്. ഇതിൻ്റെ തൊലി പതുക്കെ ഇങ്ങനെ കളയാനാണ് പറഞ്ഞത്. അവരിങ്ങനെ ഇങ്ങനെ പീൽ ചെയ്ത് കളയാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാനിപ്പോൾ ഇതിങ്ങനെ അങ്ങ് എടുക്കുക. ഇങ്ങനെ എടുക്കണം. ഇങ്ങനെ ഇങ്ങനെ ഇത് ഇങ്ങനെ എടുക്കുമ്പോൾ കുറച്ച് ഇതിൻ്റെ കൂടെ ഇതിൻ്റെ തൊലി പോരുന്നുണ്ട്. എടുക്കുവാണ്. ഇതിനകത്ത് ശർക്കര കുറച്ച് ഏലക്ക ഇട്ടിട്ട് മണം ഇതിന് വേണ്ടിയിട്ട് ഇട്ടതാണ്. അങ്ങനെ ചെയ്യാൻ പറഞ്ഞു. അല്ലെങ്കിൽ പഞ്ചസാര ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. ഒന്ന് നോക്കി നോക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഏതായാലും ശർക്കരയും ഏലക്ക തിളപ്പിച്ചു. ഇത് ഞാൻ കട്ട് ചെയ്തെടുത്ത് കേട്ടോ. ഇതിൻ്റെ കുരു മാറ്റുക. ഇതിങ്ങനെ മാറ്റി നല്ലപോലെ ഉടച്ചെടുക്കുവാണ്. അതിനകത്ത് അവർ പറഞ്ഞായിരുന്നു തേങ്ങാപ്പാൽ ചേർത്താലും നല്ല ടേസ്റ്റാണ്. തേങ്ങാപ്പാൽ ചേർക്കാതെ തിന്നണം, തേങ്ങാപ്പാൽ ചേർത്തിട്ട് തിന്നണമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അതിനകത്ത് വെള്ളം ഒട്ടും ചേർക്കേണ്ട, ഇങ്ങനെ സ്മാഷ് ചെയ്തെടുക്കാനാണ് പറഞ്ഞത്. ഞാനാണല്ലോ പറയുന്നത്. ഇതേ ശർക്കര ഏലക്ക ഇട്ട് ഇതാക്കിയതാണ്. ഒന്ന് തിളപ്പിച്ച് എന്നിട്ട് ഇത് ചേർക്കുക. ഒന്ന് ഉരുക്കിയെടുത്ത് ഏതായാലും. ഇത് തേങ്ങാപ്പാലും കൂടെ ചേർക്കാമെന്ന് വിചാരിക്കുകയാണ്. അയ്യോ, തേങ്ങാപ്പാൽ ചേർത്ത ടേസ്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് നമ്മൾ ഫൈനലായിട്ട് ഉണ്ടാക്കിയ ഇത്. ഇത് വേണമെങ്കിൽ സ്പൂണൊക്കെ വെച്ച് കോരി കുടിക്കാം, അല്ലാതെയും കുടിക്കാം. ഇതിനകത്ത് ഇച്ചിരി കഷ്ണങ്ങളായിട്ടൊക്കെ ഇടാമെങ്കിൽ ഇത് ഇങ്ങനെ കുടിക്കാം. ഞാൻ ശർക്കര മാത്രം ഇട്ടുള്ളത്. ചിലർ ശർക്കരയും പഞ്ചസാരയും ചേർക്കണം, മധുരം കൂടുതൽ വേണ്ടി വരും. ഇപ്പോൾ ശർക്കര മാത്രം ചേർത്താണ് ഉണ്ടാക്കിയത്. ഇത് കുടിക്കുന്ന പരുവത്തിന് ഉണ്ടാക്കാം. പിന്നെ ഇങ്ങനെ കഷ്ണങ്ങളായിട്ട് ഇടാമെങ്കിൽ ഇവർക്ക് ഇത് ഇങ്ങനെ സ്പൂണൊക്കെ ഇട്ട് കുടിക്കാം.